നാലാഞ്ചിറയിൽ ഭാര്യയെ ഭർത്താവ് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കുടുംബകലഹവും ഭർത്താവിന്റെ സംശയരോഗവുമാണ് ഹസീനയുടെ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഭർത്താവ് ഒളിവിൽ തന്നെയാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുന്നു. മണക്കാട് സ്വദേശി ഹസീനയാണ് കൊല്ലപ്പെട്ടത്. 40 വയസ്സായിരുന്നു. സംഭവത്തിന് ശേഷം ഇയാൾ ഒളിവിൽ പോയിരിക്കുകയാണ്. വട്ടിയൂർക്കാവ് സ്വദേശി സുരേഷ് ആണ് ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. രാവിലെ ബഹളം കേട്ട് ഞെട്ടിയെഴുന്നേറ്റ മക്കൾ കണ്ടത് ചോരയിൽ പിടയുന്ന അമ്മയെയായിരുന്നു. നാലാഞ്ചിറയെ നടുക്കിയ കൊലപാതകത്തിന് ദൃക്സാക്ഷികളാകേണ്ടി വന്നത് 4 കുട്ടികളായിരുന്നു. ഭാര്യയെ കൊലപ്പെടുത്തിയ സുരേഷിനായുള്ള അന്വേഷണത്തിലാണ് പോലീസ്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനൊപ്പം ചില ആവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഹസീന ബീവി പുറത്തുപോയിരുന്നു. ദമ്പതികൾ തമ്മിലുള്ള പുതിയ തർക്കത്തിന് ഇത് കാരണമായി മാറി. ഹസീന ബീവി പുറത്തുപോയി വന്നത് മുതൽ ഇരുവരും തമ്മിൽ വലിയ വാക്കുതർക്കം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഇന്നലെ മണ്ണന്തല പോലീസ് ഇരുവരെയും വിളിച്ചു വരുത്തി പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് വിട്ടതാണ്. തുടർന്നാണ് രാവിലെ 5:45 ക്രൂര കൊലപാതകം ഉണ്ടായത്. എന്തായാലും പിതാവുമായി പിണങ്ങി വീട് വിട്ടുപോയ അമ്മ കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയതിനെ തുടർന്ന് സ്കൂളിൽ പോകാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു 4 കുട്ടികളും. എന്നാൽ രാവിലെ അവർക്ക് മുന്നിലിട്ടാണ് പിതാവ് അമ്മയെ ദാരുണമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. വീട്ടിൽ അമ്മ ഇല്ലാതിരുന്നതിനാൽ സ്കൂൾ തുറന്നിട്ട് ഇതുവരെ കുട്ടികളും സ്കൂളിൽ പോയിരുന്നില്ല. കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോകാനിരിക്കുകയായിരുന്നു. എന്നാൽ പുലർച്ചെ അവരുണർന്നത് വലിയ ബഹളം കേട്ടായിരുന്നു. മുകൾ നിലയിലെ മുറിക്കുള്ളിൽ ചോരയിൽ കുളിച്ച് അമ്മ കിടക്കുന്നത് കണ്ട് കുഞ്ഞുങ്ങൾ ഞെട്ടിവിറച്ചുപോയി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനാണ് അമ്മയെ അച്ഛൻ കൊന്ന വിവരം പോലീസിൽ വിളിച്ചറിയിച്ചത്. നാലാഞ്ചിറയിലെ വാടക വീട്ടിലാണ് സംഭവമുണ്ടായത്. എന്തായാലും ദമ്പതികൾക്കിടയിൽ കാലങ്ങളായി നിലനിന്നിരുന്ന കുടുംബ വഴക്കും സംശയരോഗവുമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. 4 മക്കളും സുരേഷും ഹസീനയും 4 മാസം മുൻപാണ് നാലാഞ്ചിറയിലെ ഈ വാടക വീട്ടിൽ താമസത്തിനെത്തിയത്. ഈ കുടുംബത്തിന് നാട്ടുകാരുമായോ അയൽവാസികളുമായോ യാതൊരുവിധ ബന്ധവും ഇക്കാലയളവിൽ ഉണ്ടായിരുന്നില്ല. കുറച്ചുനാൾ മുൻപ് ഹസീനയെ കാണാതായിരുന്നു. പിന്നീട് കഴിഞ്ഞ ആഴ്ചയാണ് ഇവർ തിരികെ വീട്ടിലെത്തിയത്. ഹസീന തിരിച്ചെത്തിയത് മുതൽ ഇരുവരും തമ്മിൽ വീണ്ടും തർക്കങ്ങൾ പതിവായിരുന്നു. പിന്നീട് ബുധനാഴ്ചയും ഇത്തരത്തിൽ 2 പേരും വഴക്കുണ്ടാക്കി. പിന്നാലെ കത്തി ഉപയോഗിച്ച് സുരേഷ് ഹസീനയുടെ കഴുത്ത് അറക്കുകയായിരുന്നു. ശേഷം ശുചിമുറിയിൽ കൊണ്ടുപോയി കത്തി കഴുകി കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വട്ടിയൂർക്കാവ് സ്വദേശിയാണ് ഇലക്ട്രീഷ്യനായ സുരേഷ്. മണക്കാട് സ്വദേശിനിയാണ് ഹസീന. ഇവർക്കൊപ്പം അമ്മൂമ്മയും താമസമുണ്ടായിരുന്നു. അതേസമയം സംഭവ ദിവസം ഇവർ വീട്ടിലുണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല.